മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രേഷിത കമ്മ്യൂണിക്കേഷൻസിൻ്റെ വചന വിരുന്നിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വിഭൂതി തിരുനാളാണ്. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു നോമ്പുകാലം നമ്മളെ സമീപിക്കുകയാണ്. നമ്മൾ ഈ ചാരം പൂശി ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ട് അനുതാപത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുന്ന ഈ ദിനം കൂടിയാണ് ഈ വിഭൂതി എന്ന് പറയുന്നത്. എന്തിനാണ് ഈ വിഭൂതി ദിനത്തിൽ മനുഷ്യൻ്റെ നശ്വരതയെക്കുറിച്ചും ദൈവത്തിൻ്റെ അനശ്വരതയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത്? മനുഷ്യൻ്റെ നശ്വരതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പൊടിയാണ് എന്ന് നമ്മളെക്കുറിച്ച് തന്നെ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തതയെക്കുറിച്ച്, ദൈവം എന്ന അനശ്വര ആത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഈ നോമ്പുകാലത്തിലേക്ക് നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നതും. നിത്യാനിത്യ വസ്തുവിവേക എന്ന് അദ്വൈത വേദാന്തത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. നിത്യതയെയും അനിത്യതയെയും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾ ഈ നോമ്പുകാലത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വസ്തുതയാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണെന്നും ആ സ്നേഹത്തിലാണ് നമ്മൾ വസിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ തന്നെ പാകപ്പെടുത്തുന്ന ഒരു കാലം കൂടിയാണ് ഈ നോമ്പെന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ അനശ്വരതയെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ പാകപ്പെടുന്നു. ഒരിക്കലൊരു മാലാഖ കടൽ തീരത്തൂടെ നടന്നു പോവുകയാണ്. ഈ കടൽ തീരത്തൂടെ നടന്നു പോകുന്ന ഈ മാലാഖയുടെ രണ്ട് കരങ്ങളിലും രണ്ട് വസ്തുക്കളുണ്ട്. ഒന്ന് ജ്വലിക്കുന്ന ഒരു തീപ്പന്തം, രണ്ടാമത്തത് ഒരു ബക്കറ്റ് വെള്ളം. ഈ വെള്ളവും തീപ്പന്തവും കൊണ്ട് നടന്നു പോകുന്ന ഈ മാലാഖയെ കണ്ട് ഒരു മനുഷ്യൻ ചോദിച്ചു, മാലാഖ എന്തിനാണ് ഈ തീപ്പന്തവും വെള്ളവും കൊണ്ട് ഈ കടൽ തീരത്തുകൂടി നടന്നു പോകുന്നത് എന്ന്. ഈ മാലാഖ ഈ മനുഷ്യനോട് പറഞ്ഞു, വരിക, എന്നെ അനുഗമിക്കുക, ഞാനത് പറഞ്ഞു തരാം. ഇദ്ദേഹം ഈ മാലാഖയോടൊപ്പം സഞ്ചാരം ആരംഭിച്ചു. കുറെ സമയം കഴിഞ്ഞിട്ടും മാലാഖ ഒന്നും പറയാത്തത് കൊണ്ട് ഈ മനുഷ്യൻ ക്ഷുഭിതനായി ചോദിച്ചു, ഇനി ഇതിൻ്റെ രഹസ്യം പറയാതെ ഞാൻ അങ്ങയെ അനുഗമിക്കുകയില്ല. ഈ മാലാഖ പറഞ്ഞു, ഞാൻ നിനക്കിതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി തരാം. അപ്പോൾ ഈ മാലാഖ പറഞ്ഞു, എൻ്റെ വലതുവശത്തുള്ള ഈ ബക്കറ്റിലെ വെള്ളം കൊണ്ട് ഞാൻ നരകത്തിലേക്ക് ചെല്ലും. നരകത്തിൽ ചെന്നിട്ട് ഞാൻ അവിടെയുള്ള എല്ലാ തീയും കെടുത്തിക്കളയും. അപ്പോൾ ഈ മനുഷ്യന് വളരെ സന്തോഷമായി, ഇനി നരകമില്ല. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് ഈ തീപ്പന്തം? ഈ തീപ്പന്തം കൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് ചെല്ലും. സ്വർഗത്തിൽ ചെന്നിട്ട് അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത്രയും പ്രഭ നിറഞ്ഞ അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ഞാൻ കത്തിച്ചു കളയും, ചാമ്പലാക്കും. ഈ മനുഷ്യൻ വളരെയധികം വിഷമത്തോടു കൂടി ആ മാലാഖയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഈ മാലാഖ ഇപ്രകാരം സ്വർഗവും നരകവും ചുട്ടു ചാമ്പലാക്കിയിട്ട് ഇല്ലാതാക്കിയിട്ട് ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് ഈ മനുഷ്യൻ ചോദിച്ചപ്പോൾ ഈ മാലാഖ പറയുന്നു, ഞാൻ ഭൂമിയിലേക്ക് കടന്നു ചെല്ലും. എന്നിട്ട് ഞാൻ നോക്കും ഇനിയും ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നത് നരകത്തെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ മാത്രമാകരുത് എന്നാണ് നമ്മളെ ഈ കഥ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നോമ്പുകാലത്ത് ഞാൻ അനുതാപത്തിൻ്റെ പാതയിലൂടെ ചരിച്ച് ചാരം പൂശി എന്നെ തന്നെ തിരിച്ചറിഞ്ഞ് ഈ നോമ്പിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും പരമമായ ഒരു ലക്ഷ്യം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതിന് നമ്മൾ പൂശുന്ന ഈ ചാരം, നമ്മുടെ അനുതാപത്തിൻ്റെ ഈ ചാരം ഈ നോമ്പുകാലത്തിലേക്കുള്ള എപ്പോഴുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്, ദൈവത്തെ സ്നേഹിക്കുക എന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, സ്നേഹിക്കുന്നതിൽ നിങ്ങൾ മത്സരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, കവി പറയുന്നത് പോലെ, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്ത് അത്ഭുതം. നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരനെ തിരിച്ചറിയാനോ സ്നേഹിക്കാനോ കഴിയാത്ത, അല്ലെങ്കിൽ മനുഷ്യരായി കണ്ട് സ്നേഹിക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക? അതുകൊണ്ട് എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാൻ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ സഹോദരന് ഞാനിത് ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ ദൈവത്തിന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാണ്, മാലാഖയല്ല എന്നൊരു ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മൾ മാലാഖയുടെ വിശുദ്ധിയിലേക്ക് എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കഴിവുകളും കുറവുകളും നമ്മുടെ ബലഹീനതകളെല്ലാം നിറഞ്ഞ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയിൽ അല്പം കൂടി ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പുകാലം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പൂശുന്ന ഈ ചാരം എന്നെ ദൈവത്തിലേക്ക് ഒരല്പം കൂടി അടുപ്പിക്കുവാനും എന്നെ ദൈവത്തിൻ്റെ പാതയിലേക്ക് അല്പം കൂടി അനുകരിക്കാനായിട്ട് അല്പം കൂടി നമ്മളെ വിളിക്കുവാനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നോമ്പിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു.
ഈ നോമ്പുകാലം ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.